നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 1/8/2027 ശനിയാഴ്ച രാവിലെ റബ്ബർ വില. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ടാപ്പിംഗ് നടക്കുന്നില്ല. കാര്യം നല്ല രീതിയിൽ മഴ പെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ മഴയുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കൃഷിയും മറ്റും നമ്മുടെ നാട്ടിൽ നടക്കത്തുള്ളൂ. കൂടാതെ വൈദ്യുതി ഉൽപ്പാദനം നടക്കണമെങ്കിൽ മഴ ഉണ്ടെങ്കിൽ മാത്രമേ. തെക്കൻ കേരളത്തിൽ മഴ ശക്തമാണ്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മലയോര മേഖലയിൽ മഴയ്ക്ക് പുറമെ കാറ്റും ഉണ്ടാകും. ജാഗ്രത പാലിക്കുക. ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്നത്തെ വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 283, RSS 5 കിലോ 280, ISN 20 251, ലാറ്റക്സ് 60% യാർഡ്സിൽ 197 രൂപ 60 പൈസ. ഇതാണ് കോട്ടയം വില രാവിലത്തെ. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 283, RSS 5 കിലോ 280. അകത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 275, RSS 5 കിലോ 272. ഒട്ടുപാലിന് വില നോക്കുമ്പോൾ 80% യാർഡ്സിൽ ഒട്ടുപാൽ കിലോ 187, 60% യാർഡ്സിൽ ഒട്ടുപാൽ കിലോ 140 രൂപ 25 പൈസ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 267 രൂപ 69 പൈസ, RSS 5 കിലോ 267 രൂപ 27 പൈസ. കേരളത്തിലെ മറ്റിനം ഗ്രേഡഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 272, ലോട്ട് കിലോ 250 മുതൽ 255 രൂപ. പിന്നെ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 275, RSS 5 കിലോ 272, ISN 20 241 രൂപ 50 പൈസ മുതൽ 247. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% യാർഡ്സിൽ ഒട്ടുപാൽ കിലോ 172. ഇനി കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് 280, ഫാക്ടറി വില 290. വിശദമായി നോക്കുമ്പോൾ 25% യാർഡ്സിലുള്ള 200 ലിറ്റർ പാലിന് 14,000, 30% യാർഡ്സുകൾ 200 ലിറ്റർ പാലിന് 16,800, 35% യാർഡ്സുകൾ 200 ലിറ്റർ പാലിന് 19,600. കർണാടക വില നോക്കുമ്പോൾ RSS 3 278 രൂപ 50 പൈസ, RSS 4 278, RSS 5 കിലോ 273, ലോട്ട് കിലോ 248. ഒട്ടുപാൽ നോക്കുമ്പോൾ 172 രൂപയാണ് കർണാടക വില. കേരളത്തിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുകയാണ്. കർണാടക വിലയും കൂടിയിട്ടുണ്ട്. എന്തായാലും ഇനി മീൻ ഇഷ്ടംപോലെ കഴിയാം. വളരെ പ്രതീക്ഷയോടെ ഏവരും. ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അവസാനിച്ചതോടുകൂടി കടലോളം പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികളും വലവിരിച്ചു തുടങ്ങി. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പടക്കം പൊട്ടിച്ചും ആഹ്ലാദവരങ്ങൾ മുഴുക്കിയുമാണ് മത്സ്യത്തൊഴിലാളികൾ രംഗത്തേക്ക് ഇറങ്ങുന്നത്. സംസ്ഥാനത്ത് 3500-ലധികം ബോട്ടുകൾ രാത്രി തന്നെ മീൻപിടുത്തത്തിനായി പുറപ്പെട്ടു. വളരെ പ്രതീക്ഷയോടെയാണ് അവർ പോയത്. എന്തായാലും നല്ല രീതിയിൽ അവരുടെ ജീവിതം ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.